അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു അബസ 24-25 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി. മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കട്ടെ. അന്ന സ്വബബനൽ മാഅ സ്വബ്ബ. തീർച്ചയായും നാം ധാരാളം മഴ വീഴ്ത്തി. ഫൽയൻദുർ ചിന്തിക്കട്ടെ, അൽ ഇൻസാൻ മനുഷ്യൻ, ഇലാ ത്വആമി തൻ്റെ ആഹാരത്തെ സംബന്ധിച്ച്. അന്ന തീർച്ചയായും നാം, സ്വബബ്ന നാം ചൊരിഞ്ഞു, അൽ മാഅ വെള്ളം, സ്വബ്ബ ഒരു ചൊരിയൽ. ഖുർആൻ്റെ പൊതുവെയുള്ള ഒരു ശൈലിയാണ് മനുഷ്യനെ അവനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ശേഷം അതിലൂടെ അള്ളാഹുവേയും അന്ത്യനാളിനെയും തിരിച്ചറിയാൻ അവനോട് ആഹ്വാനം ചെയ്ത ശേഷം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക എന്നത്. ഇവിടെയും അങ്ങനെയാണ്. ഇതുവരെ അവതരിപ്പിച്ച തെളിവുകളൊന്നും പോരെങ്കിൽ മനുഷ്യ, നീ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്ക്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അത് എவ்விധമാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്? ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹു നിനക്ക് ഭക്ഷണം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്? അതിൽ നിൻ്റെ പങ്കെന്ത്, കഴിവെന്ത്? അള്ളാഹുവിൻ്റെ മാത്രം കാരുണ്യത്താലാണ് നീ ഭക്ഷണം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉൽപ്പാദനത്തിലും ഉപയുക്തമാകുന്നതിലുമെല്ലാം നിൻ്റെ പങ്ക്, നിൻ്റെ പ്രവർത്തനം മാത്രമാണ്. അത് നീ ആഗ്രഹിച്ചതുപോലെ ആകുന്നത് നിൻ്റെ കഴിവാലല്ല. ആയിരുന്നുവെങ്കിൽ നീ എന്തെല്ലാം വിതയ്ക്കുന്നുവോ അതെല്ലാം നീ ആഗ്രഹിച്ചതുപോലെ വിളവെടുക്കുന്ന അവസ്ഥയിലെത്തണമായിരുന്നു. ആവുന്നില്ലല്ലോ. ചിലത് നശിക്കുന്നു, ചിലത് വലിയ നഷ്ടത്തിലാകുന്നു, വേറെ ചിലതൊരിക്കലും ഉപകാരപ്പെടാതെ പോകുന്നു. ഇനി നഷ്ടവും ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത് ഉപയോഗിക്കാൻ ഒരുപക്ഷെ നീ ബാക്കിയാകാതെ പോകുന്നു. അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ നീ മനസ്സിലാക്കേണ്ടത് നിയന്ത്രണം നിനക്കല്ല, അള്ളാഹുവിനാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ കഴിവാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നതാണ്. അതിനാൽ ആ അള്ളാഹുവിൻ്റെ കഴിവ് അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പരലോകത്തെയും അംഗീകരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവാനും അത് മനുഷ്യന് ഉപകാരപ്പെടാനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചത് അള്ളാഹുവാണ്. അതോടൊപ്പം അത് ആഹരിച്ചാൽ, ഉപയോഗിച്ചാൽ അത് മനുഷ്യ ശരീരത്തിൽ എவ்விധത്തിൽ ഉപകാരപ്പെടണമെന്ന് നിശ്ചയിച്ചതും അതേ തമ്പുരാൻ തന്നെയാണ്. രണ്ടിലും നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. നിങ്ങൾക്ക് ആഹരിക്കാൻ ആവശ്യമായ വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വലിയ അളവിൽ സഹായിക്കുന്നത് വെള്ളമാണല്ലോ. ആ വെള്ളത്തെ നിങ്ങൾക്ക് വർഷിച്ചു തരുന്നതും അള്ളാഹു മാത്രമാണ്. അന്ന സ്വബബനൽ മാ സ്വബ്ബ. അത് ധാരാളമായി നിങ്ങൾക്ക് വർഷിച്ചു തരുന്നത്, നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് ഭൂമിയിൽ നിലനിർത്തി തരുന്നത് എല്ലാം റബ്ബിൻ്റെ കഴിവിനാൽ മാത്രമാണ്. കിണറുകളിലും ഉറവകളിലും വെള്ളം സൂക്ഷിക്കുന്നത്, നദികളിലും അരുവികളിലും വെള്ളം ഒഴുകുന്നത്, മലകളിൽ മഞ്ഞായി ഉറക്കുന്നത്, കഠിനമായ ചൂടുള്ള കാലാവസ്ഥയിൽ ആ മഞ്ഞുരുകി മനുഷ്യന് തന്നെ ഉപകാരപ്പെടുന്ന വെള്ളമായി പിന്നീട് മനുഷ്യരിലേക്ക് എത്തുന്നത്, ഇതിൻ്റെ എല്ലാം പിന്നിലെ ആസൂത്രണം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അവൻ ഇങ്ങനെ നിങ്ങൾക്ക് നൽകണമെന്ന് നിശ്ചയിച്ചില്ലെങ്കിൽ, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമയഅതീകും ബിമാഇൻ മഈൻ. ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടു തരിക? അള്ളാഹു അവൻ്റെ വെള്ളത്തെ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞാൽ കൊണ്ടുതരാൻ പറ്റുന്നൊരു ശക്തിയുമില്ല. ഭൂമിയിലേക്ക് അങ്ങേയറ്റം ആഴങ്ങളിലേക്ക് വെള്ളത്തെ ആഴ്ത്തിക്കളയാതെ മനുഷ്യനാവശ്യമായ രൂപത്തിൽ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന രൂപത്തിൽ വെള്ളത്തെ താഴ്ത്തുകയും കിണറുകളിലും ഉറവകളിലും അത് ശേഖരിച്ച് മനുഷ്യന് തന്നെ തിരിച്ചു കൊടുക്കുകയും നദികളായുമൊക്കെ മനുഷ്യന് ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്ന റബ്ബിൻ്റെ കഴിവിനെ നിങ്ങൾ ആലോചിക്കുക. ഭക്ഷണത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ നിങ്ങൾക്ക് റബ്ബിനെ, പരലോകത്തെ അംഗീകരിക്കാൻ കഴിയും. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. صاد صاد طاء طاء ظاء 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 عين عين. ഫൽയൻദുർ അൽ ഇൻസാൻ. രണ്ടിടത്തും ഇഖ്ഫ ആണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം ഒരിടത്ത് ലാവും ഒരിടത്ത് സീനും വന്നിരിക്കുന്നു. മറച്ച് മണിക്കുക. അന്ന നൂന് ഇരട്ടിച്ച് വന്നു, മണിക്കുക. മാ ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫിന് ശേഷം തൊട്ടുടനെ ഹംസ് വന്നിരിക്കുന്നു. 4 അനക്കം വരെ നിർബന്ധമായും നീട്ടുക. മദ് വാജിബ് മുത്തസിൽ. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി.
أنا صببنا الماء صبا അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.